ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പേപ്പർ കൊണ്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ക്രാഫ്റ്റ് നമുക്ക് ഇപ്പോൾ ഓണം, ഇൻഡിപെൻഡൻസ് ഡേയും അടുത്തടുത്തല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിനായിട്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാം, അതല്ലാതെ ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റായിട്ടും ഈ ഒരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് A4 ഷീറ്റ് പേപ്പറാണ്, വൈറ്റ് പേപ്പർ കേട്ടോ. ആ പേപ്പറിനെ ഞാനൊരു A4 സൈസിൻ്റെ തന്നെ ഷീറ്റിൻ്റെ തന്നെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ വിഡ്ത്ത് വന്നിട്ട് ഒരു 16 സെൻറ്റിമീറ്റർ വിഡ്ത്ത് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പറിനെ നമ്മളിതാ ഈ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഓരോ ഫോൾഡിങ് ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കതാ ഒരു ചെറിയൊരു ഫോൾഡിങ് ആവുന്ന വരെ നമ്മളിതിനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അല്ല ക്രാഫ്റ്റ്, നമുക്കിത് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് എന്നിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, ഇങ്ങോട്ട് മടക്കുക, പിന്നെ തിരിച്ചിങ്ങോട്ട് മടക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ എല്ലാതും ഒരേ സൈസിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് കൂടിയ ഭാഗമാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഹായ് പറയാം. ഹായ് ആലിയ, ഹായ് അർച്ചന എസ് നായർ, ഹായ് അപർണ, ഹായ് അനന്യ രാജേഷ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കൂട്ടുകാർക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനിതുപോലെ ഹാഫായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്ത ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ആ ഗ്ലൂ ഇട്ട ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഇങ്ങോട്ട് ആക്കരുത് കേട്ടോ ഒരിക്കലും. അത് അവിടെ തന്നെ ഫോൾഡായിട്ട് ഇരുന്നോട്ടെ, എന്നാലാണ് നമുക്ക് കുറച്ചുകൂടെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു 2 ഫോൾഡിങ് മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മടങ്ങി നിൽക്കുന്ന ഭാഗം ഏതാണെങ്കിൽ അവിടെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും കേട്ടോ. അത് ഇവിടെ ഇത്തിരി ഗ്ലൂവിൻ്റെ കുറവുണ്ട്, അപ്പോൾ അവിടെയും കൂടെ നമ്മളൊന്ന് ഗ്ലൂ ഇട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം. ഇനിയിപ്പോൾ അത് ലെങ്ത്ത് എത്തുന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ നിങ്ങൾ വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ട് ഫുൾ റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. റൗണ്ട് കിട്ടിയില്ലെങ്കിൽ, ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പീസും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ തന്നെ പിടിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തെ ഫോൾഡിങ്ങുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ അവിടെയും കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയത് കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് 3 കളറിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ്, അങ്ങനെ 3 പീസസാണ് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാതും തമ്മിൽ ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ. ഓറഞ്ച് 21 സെൻറ്റിമീറ്റർ ആണ്, വൈറ്റ് വന്നിട്ട് 16 ആണ്, അതുപോലെ തന്നെ ഗ്രീൻ വന്നിട്ട് 12. അങ്ങനെ. ഇനി നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് 3 ഷേപ്പുകളും തമ്മിൽ വേണം. അപ്പോൾ 3 നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 2 വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പേപ്പർ ആയാലും മതി, ബുക്കിൻ്റെ പേപ്പറൊക്കെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കൊടുക്കുക. ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് ആക്കുക. കോൺ ഷേപ്പ് ആക്കിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഒരു സിസേഴ്സ് യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിവർത്തുമ്പോൾ ഈ ഒരു ഷേപ്പാണ് ഉള്ളത്. ഇതേപോലെ നമുക്ക് 8 പീസസ് വേണം. പിന്നെ നമ്മൾ വേറൊരു 2 സെറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. 2 സെറ്റ് ഓറഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കുറച്ച് വലുത്, പിന്നെ ഒരു സെറ്റ് ഓറഞ്ച്, കുറച്ച് ചെറിയ ഓറഞ്ച്, പിന്നെ ഒരു സെറ്റും കൂടെ നമ്മുടെ ഒന്നുകൂടെ ചെറിയ ഓറഞ്ച് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഏറ്റവും ചെറിയ സൈസ് ഉള്ള ഓറഞ്ച് ഫ്ലവർ കട്ട് ചെയ്ത പെറ്റൽസ് നമ്മൾ എടുക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു പെറ്റൽ എടുത്തിട്ട് ഇതുപോലെ ഒരല്പം ഗ്ലൂ
അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു സംഭവം, ഞാനിപ്പോൾ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്കാണ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ക്രേപ്പ് പേപ്പറാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരല്പം ഗ്ലൂ മതി. നോർമൽ പേപ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഗ്ലൂ ഇട്ടാലും പ്രശ്നമില്ല. ക്രേപ്പ് പേപ്പർ ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ പിടിച്ചു കൊടുക്കുക. വീണ്ടും അടുത്ത പെറ്റൽ നമ്മൾ വെച്ച് കൊടുക്കുക. വീണ്ടും അടുത്ത പെറ്റൽ വെക്കുക കേട്ടോ. അപ്പോൾ ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ഗ്ലൂ ഇട്ടാൽ തന്നെ ഒരുപാട് പെറ്റൽസ് നമുക്ക് വെക്കാൻ പറ്റും. അതങ്ങനെ ഇപ്പുറത്തോട്ട് പുറത്തോട്ട് വരും. അതുകൊണ്ട് കേട്ടോ കുറച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പൊന്തിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് വെക്കുക. ഇതേപോലെ പിടിക്കുക കേട്ടോ. കണ്ടല്ലോ. ഇനി നമുക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് ഓരോന്നിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്ത ആ ഒരു പെറ്റൽസ് ഉണ്ടല്ലോ, ആ ഒരു പെറ്റൽസ് ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചെറിയ സെറ്റ് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് എടുത്ത് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സൈസും അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കണം. അതായത് ആ ഒരു ഒരെണ്ണത്തിൻ്റെ ഗ്യാപ്പ് വരുന്നതിൽ വേണം അടുത്ത പെറ്റൽ വരാനായിട്ട് കേട്ടോ. ആ ഒരു വിധത്തിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു സെറ്റും ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇനി വൈറ്റ് പീസ് എടുക്കുകയാണ്. വൈറ്റ് പീസ് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ഗ്ലൂട്ട് ഒട്ടിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ. എന്നിട്ട് ഇങ്ങനെ താഴത്തോട്ട് പിടിക്കുക. അപ്പോൾ അതും ഒരു ഫ്ലവറായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് വന്നോളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ നമുക്ക് സെയിം പോലെ തന്നെ അടുത്ത പീസും ചെയ്യാം. ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പെറ്റലുമേൽ ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മളിതാ ഇതിലോട്ട് ഗ്ലൂ ഇടുക. നേരത്തെയൊക്കെ നമ്മൾ ക്രേപ്പ് പേപ്പർ വെച്ചതുകൊണ്ടാണ് ഓരോന്നിലും ഗ്ലൂ ഇടാഞ്ഞത്. നോർമൽ പേപ്പർ ആകുമ്പോൾ എല്ലാത്തിലും ഗ്ലൂ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പിലോട്ട് പെറ്റൽസ് എല്ലാതും ഓരോന്നിൻ്റെയും ഗ്യാപ്പിലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളെ എല്ലാ വൈറ്റ് കളർ പേപ്പറും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത്. നമ്മൾ നോർമൽ പേപ്പറിനെ എങ്ങനെ കളർ പേപ്പർ ആക്കി എടുക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പെൻസിൽ പതുക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യുക. പെയിൻറ്റിൻ്റെ പെൻസിലല്ല, നമ്മൾ എന്ത് സ്റ്റിക്കാണ് യൂസ് ചെയ്തെങ്കിൽ അത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വിരിച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് ആയി വരും. കണ്ടല്ലോ. ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് ആയി വരും. അപ്പോൾ ഇവിടെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യാൻ മറന്നിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെച്ച് അങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കൈ വെച്ച് ഇതിനെ ഇങ്ങനെ ഓരോ പെറ്റൽസും ഇതുപോലെ കൈ വെച്ചൊന്ന് വിരിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ വിരിഞ്ഞ് വരും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നന്നായി ഭംഗിയാവാൻ ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് തന്നെ തൊടുമ്പോൾ അതിങ്ങനെ ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിരിച്ച് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പിലോട്ട് വന്നിട്ടില്ലെങ്കിൽ അതൊന്ന് തിരിച്ച് ഗ്യാപ്പിലോട്ട് വരുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫാൻ ഷേപ്പ് എടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഓറഞ്ച് വെക്കുക. അതായത് നമ്മളൊരു ഫ്ലാഗിൻ്റെ കോമ്പിനേഷനാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സാഫ്രൺ ഓറഞ്ച് ആ ഒരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് വൈറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ അത് മാത്രം വെക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടില്ല. അപ്പോൾ 2 പീസുമിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴാണ് അത് ചിലപ്പോൾ ആ ഒരു ഷേപ്പ് അങ്ങനെയല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലും വൈറ്റിൻ്റെ മുകളിലും പിന്നെ നമ്മളുടെ ഗ്രീൻ പീസ് അതും എടുത്തിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രീനിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒട്ടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരല്പം ഗ്ലൂ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പൂക്കളത്തിൻ്റെ സ്റ്റൈലും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ പീസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലവർ ഈ ഒരു സെൻറ്റർ ഭാഗത്തോട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പൂക്കളത്തിൻ്റെയൊക്കെ ഒരു മോഡലായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ഇവിടെ എനിക്കൊന്നും ഫ്ലവറൊന്നും കിട്ടില്ല. ഓണമൊക്കെ ആകുമ്പോൾ പൂക്കളിടുക അങ്ങനത്തെ പരിപാടികളൊന്നും റിയൽ ഫ്ലവേഴ്സൊന്നും കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഫ്ലവേഴ്സൊന്നും കിട്ടാത്തവർക്ക് ഇങ്ങനെ പേപ്പർ ഫ്ലവറൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ
പൂക്കളമൊക്കെ ആയിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേ തീം. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് വരുന്നത് ഈ ഓണം പൂക്കളത്തിൻ്റെ ഇടയിലാണല്ലേ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് ഇതുപോലെ ട്രൈ കളർ പൂക്കളം ഈ ഒരു തീമിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൂക്കൾ ഉണ്ടെങ്കിൽ ഇതും ഇതേ ഒരു ഡിസൈനിൽ പൂക്കളം സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ആദ്യം സാഫ്രൻ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഇട്ടിട്ട് പിന്നെ വൈറ്റ് കളർ ഇട്ട് അതിൻ്റെ മുകളിൽ ഗ്രീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഓണപ്പൂക്കളമായിട്ടും അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡെക്കോറായിട്ടും ഒക്കെ വെക്കാം. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരു ഹോം ഡെക്കോറായിട്ട് ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു ഹോം ഡെക്കോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.